ഗുഡ് മോർണിംഗ് മന്ത്രി. ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ കുട്ടികളുടെ മന്ത്രി കലോത്സവത്തിനെ കുറിച്ച് എന്താ ഇപ്പൊ അവസാന ദിവസമായിട്ട് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? അടിപൊളി, തകർത്തു. ഞാൻ ആദ്യമായിട്ടാണ് കലോത്സവത്തിന് വരുന്നത്, പക്ഷെ നല്ല ഭംഗിയായിട്ട് വൈബായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ ആണെങ്കിലും ഇവിടെ വേദികളിലാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. എന്ത് ആൾക്കാരാണ്, എന്ത് ജനങ്ങളാണ്, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. നമ്മുടെ പൊതുവിൽ നല്ല നിലവാരമുള്ള മത്സരങ്ങളാണ് നടന്നത്. അവർ നല്ല പ്രാക്ടീസ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രാക്ടീസ് ചെയ്ത ഇനങ്ങളുമുണ്ട്. ഒന്ന് ഈ 64ാമത് കലോത്സവം ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നമ്മളെക്കാൾ എത്രയോ ഉയരങ്ങളിലത്തേക്കായി മാറി കലോത്സവം. അപ്പം അതുകൊണ്ട് തന്നെ ഇത് 1957 മുതൽ തുടങ്ങി വെച്ച നിയമങ്ങളും അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടാണല്ലോ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇനം ജഡ്ജസിനെ കൊണ്ടുവരൽ, ഇത്രയും കുട്ടികളെ താമസിപ്പിക്കൽ, ഒരു 1,50,000 ആൾക്കാരുള്ളേ ഇവിടെ എല്ലാ ദിവസവും വന്ന് പോകുന്നത് നഗരമധ്യത്തിൽ. വരുന്നവർക്കും നമ്മൾ ആഹാരം കൊടുക്കേണ്ട സാഹചര്യം തന്നെ വന്നിരിക്കുന്നു. ശരാശരി ഒരു ദിവസം ഒരു 25,000 പേരുള്ള ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കലോത്സവം എന്നുള്ള നിലയിൽ ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ നടത്തിയത് കോഴിക്കോട്, കൊല്ലം, തിരുവനന്തപുരം. അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടതായിരുന്നു ഇത് പല കാര്യങ്ങൾ കൊണ്ടും. പിന്നെ ഒരു കലോത്സവങ്ങളുടെ 63 വർഷത്തെ ചരിത്രത്തിൽ ഒരു പുതിയ റെക്കോർഡ് ഇട്ടു. അതാണ് CIക്ക് പങ്കെടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് കൊടുത്തത്. എല്ലാവരും ആവശ്യമുള്ളതായിരുന്നു ആ കുട്ടിക്ക്. അത് വീട്ടിലിരുന്നു കൊണ്ടാണെങ്കിൽ പോലും ചെയ്യാനുള്ള നമ്മളെ വേദനിപ്പിച്ചു. കാരണം പങ്കെടുത്തില്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോലും സാധ്യത ഉണ്ടെന്നുള്ളതാണ് കൺക്ലൂഡ് ചെയ്തുള്ള കത്തിൽ പറയുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ തരാൻ വേണ്ടി പറഞ്ഞു. അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറും DMOയും ഒക്കെ റിപ്പോർട്ട് തന്നു. സ്കൂൾ അധികാരികളുടെ കത്തുണ്ടായിരുന്നു. അവർ 4-5 നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങൾ ഞാൻ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത്. അതൊരു റെക്കോർഡാണ്. അപ്പോൾ അത് വിചാരിച്ചിട്ട് അതൊരു കീഴ്വഴക്കാവാൻ വേണ്ടി പറ്റുകയില്ല. എങ്കിലും അത് ഉത്തരവാദിത്ത കലോത്സവത്തിന്റെ ഏറ്റവും നല്ലൊരു മാതൃകയായി അത് മാറുമെന്ന് തോന്നുന്നു. അതിനുശേഷം മിനിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ നിയമങ്ങളൊക്കെ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയുന്നത്. നമ്മുടെ കലോത്സവങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്, അല്ല ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല. പലപ്പോഴും ചില നിയമങ്ങൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കാണാം. നിയമനിർമ്മാണം നടത്തുന്നത് എന്തിനു വേണ്ടിയാ? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ജനങ്ങളുടെ ആവശ്യങ്ങളും നിർബന്ധമായി നടന്നു പോകണം, ന്യായമായി നടന്നു പോകണം. അതിനുവേണ്ടിയാണ് നിയമം എന്ന് പറഞ്ഞാൽ ആ നിയമത്തെ വളച്ചൊടിക്കുന്ന സ്ഥിതിയാണ് നമ്മുടെ നാട്ടിലിപ്പം കാണുന്നത്. അത് ഒഴിവാണ്ടായിട്ടുണ്ട്. ഒരു പൂക്കി കലോത്സവമായിരുന്നു, അതായത് പ്രത്യേകിച്ച് പൂക്കി കലോത്സവമായിരുന്നു. അതായത് കുട്ടികൾ അവരുടെ ഒരു ജനറേഷൻ മാറുന്നതിൻ്റെയൊക്കെ ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകുന്ന ഒരു കലോത്സവം കൂടിയായിരുന്നു. മിനിസ്റ്റർക്ക് അത് എങ്ങനെയാണ്, മിനിസ്റ്റർ എങ്ങനെയാണ് അത് നോക്കിക്കണ്ടത്? കുട്ടികൾ മാത്രമല്ല, മന്ത്രി തന്നെ പൂക്കിയായത് നമ്മൾ കണ്ടതാണ് ഈ കലോത്സവത്തിൽ. നേരത്തെ മിനിസ്റ്റർ പല കലോത്സവങ്ങളും പറഞ്ഞെങ്കിൽ ഈ കലോത്സവത്തിലാണ് ഒരു പൂക്കി മന്ത്രിയെ കൂടി നമ്മൾ കണ്ടത്. യഥാർത്ഥ പൂക്കിയെ നമ്മൾ കണ്ടത് ഈ കലോത്സവത്തിലായിരുന്നു. അപ്പനും മാവാന്നും പൂക്കിയെന്നും ഒക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളായി ഞാൻ മാറിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷം. 5 ദിവസം പരാതികളൊന്നുമില്ലാതെയാണ് ഈ കലോത്സവം നടന്നു പോകുന്നത്. അത് സംഘാടക സമിതിയുടെ വലിയ നേട്ടം തന്നെയാണ്. സംഘാടക സമിതിയുടെ മാത്രമല്ല, നമ്മുടെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഇതിൽ കാണാൻ വന്നവരും കളിച്ചവരും മാധ്യമങ്ങളും അങ്ങനെ എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ആ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറ്റമറ്റതായി ഇത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ 2 വ്യക്തിയുടെയോ മാത്രം കഴിവല്ല. നിങ്ങൾക്കും ഇതിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക്, നിങ്ങളുടെ ടച്ചും ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. ഒരൊറ്റ കാര്യം കൂടെ, മത്സരം അവസാന ലാപ്പിലേക്ക് കടക്കുക. ഇന്ന് 8 എണ്ണമാണ് ഉള്ളത്. കണ്ണൂർ വലിയ പോയിന്റുമായി മുന്നിലുണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമായി പുറകെയുണ്ട്. മന്ത്രി പ്രതീക്ഷിക്കുന്നത് എന്താണ് റിസൾട്ട്? 14 ജില്ലയ്ക്കും കിട്ടിയ എനിക്ക് സന്തോഷം. എന്തായാലും വളരെയധികം നന്ദി. വിദ്യാഭ്യാസ മന്ത്രിയാണ് നമുക്കൊപ്പം ചേർന്നത്. കാരണം ഈ കലോത്സവം വലിയ വിജയമായതിന്റെ പിന്നിൽ ഏറ്റവും മുന്നിൽ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം, അല്ലെ? ഏറ്റവും എടുത്തു പറയേണ്ടതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന മികവ്. ഓരോ കുട്ടികളെയും പരിഗണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു കഴിവും, ഈ പറഞ്ഞതുപോലെ തന്നെ CAയുടെ കാര്യം പറയുന്നത് പോലെ തന്നെ, അല്ലേ? ഒരു മന്ത്രി, ഞാനൊരു പൂക്കി മന്ത്രിയായെന്ന് പറയുന്നത് അത് എത്ര ക്യൂട്ടാണ് ശരിക്കും. അദ്ദേഹം പറഞ്ഞ കാര്യം കേട്ടോ, എന്നെ അപ്പൂപ്പെന്ന് വിളിക്കുന്നുണ്ട്, മുത്തശ്ശൻ വിളിക്കുന്നുണ്ട്, പൂക്കി എന്ന് വിളിക്കുന്നുണ്ട്, മാമൻ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഉൾക്കൊള്ളാൻ തയ്യാറായ ഒരു ഇങ്ങനെ കുട്ടികളുടെ കൂടെ നിൽക്കുന്ന, കുട്ടികളിൽ ഒരാളായി നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി, അങ്ങനെയുള്ള ഒരാളുടെ സംഘാടന മികവ് കൂടിയാണ് ഈ കലോത്സവത്തിന്റെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത്. അദ്ദേഹം മന്ത്രിയായ സമയത്ത് ഇങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ആ കുട്ടികളോട് ചേർന്ന് പോകുന്ന ആ ഫ്ലെക്സിബിലിറ്റി, അത് അത്ഭുതമാണ്.